ഞങ്ങൾ താഴൂർ സ്കൂളിലെ ഗൈഡാണ്. ഇവിടെ ആദ്യമായിട്ടാണ് ഞങ്ങൾ വരുന്നത്. ഇവിടെ വന്നപ്പോൾ ഇവിടുത്തെ ക്ലാസ് ഞങ്ങൾക്ക് ഒരുപാട് ഉപകാരപ്പെട്ടു. ജീവിതത്തെക്കുറിച്ചുള്ള പ്രാധാന്യങ്ങളും അതുപോലെ സമാധാനവും അതിനെക്കുറിച്ചെല്ലാം ഇവിടുത്തെ മാഷ് നമുക്ക് ക്ലാസ് എടുത്തു തന്നു. ഇവിടെ ആദ്യമായിട്ട് വരുന്നതെങ്കിലും ഈ ക്ലാസ് ഞങ്ങൾക്ക് ഒരുപാട് ഉപകാരപ്പെട്ടു. ഇവിടെ ക്ലാസ് എടുത്തു തന്ന മാഷിന് ഇവിടെയുള്ള എല്ലാവർക്കും ഞങ്ങളുടെ നന്ദി അറിയിക്കുന്നു. എൻ്റെ മനസ്സിൽ ഏറ്റവും കൂടുതൽ പറഞ്ഞെടുക്കുന്ന പോയത് സമാധാനത്തെക്കുറിച്ചാണ്. വീട്ടിൽ എന്തൊക്കെ കൊണ്ടാണ് സമാധാനം നഷ്ടപ്പെടുന്നത്, എങ്ങനെയാണ് അത് നമ്മളിലൂടെ എങ്ങനെയാണ് നമുക്കത് വർദ്ധിപ്പിക്കാൻ പറ്റുന്നത് എന്നൊക്കെ മാഷ് ക്ലാസ് എടുത്തു തന്നു. അതുകൊണ്ട് തന്നെ വീട്ടിൽ സമാധാനം ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ഒരുപാട് ശ്രമിക്കും. ഇവിടെ വന്നിട്ട് വളരെ നമുക്ക് രസം തോന്നി. ഇവിടെ വന്ന പാടന്നെ നമുക്ക് എല്ലാം പറഞ്ഞ് ചാക്കിലിടാനും എല്ലാം പറഞ്ഞു. പിന്നെ നമുക്ക് മാഷെല്ലാം കൊടുത്തപ്പോൾ അമ്മമാരോടുള്ള സ്നേഹവും അല്ലെങ്കിൽ പറഞ്ഞു തന്നു. പിന്നെ സ്നേഹം എന്തിനാ സ്നേഹിക്കുക, എന്തിനു പഠിക്കുന്നത് എന്നെല്ലാം പറഞ്ഞു തന്നു. പിന്നെ ടീച്ചർ നമ്മൾക്ക് കുറച്ച് കഥകളും പറഞ്ഞു തന്നു. ഇനി APJ അബ്ദുൽ കലാമിനെ കുറിച്ച് താഴൂർ സ്കൂളിൽ നിന്നാണ് വരുന്നത്. ഹരിതസേന ഗൈഡ്സ് കുട്ടികളാണ് ഇന്നത്തെ സന്ദർശനത്തിന് ക്ലാസ്സിൽ പങ്കെടുത്തത്. ഇവിടെ ആദ്യമായിട്ടാണ് വരുന്നത്. ഇതിനെക്കുറിച്ച് മുന്നറിവൊന്നും ഉണ്ടായിരുന്നില്ല. കുട്ടികൾക്ക് കൂട്ടായ്മയുടെ ഒരു അനുഭവവും വ്യത്യസ്തമായ ക്ലാസ്സുകളും ഗോശാല ഇവിടെയുള്ള കാര്യങ്ങളൊക്കെ സന്ദർശിക്കാൻ വേണ്ടിയിട്ട് കഴിഞ്ഞു. നല്ല ഒരു അനുഭവമായിരുന്നു. കുട്ടികൾക്ക് എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ക്ലാസ്സും വളരെ ഭംഗിയായിട്ട് മാഷ് ജീവിതത്തെക്കുറിച്ച് കൂടുതൽ പഠിക്കാനും എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് പണം മാത്രമല്ല സന്തോഷം തരുന്നത് എന്നുള്ളത് കുട്ടികൾക്ക് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടും സാധിച്ചിട്ടുണ്ട്. ഇന്നത്തെ ടോപ്പിക് എന്താ പറഞ്ഞാല് എല്ലാം നിങ്ങൾക്ക് നന്ദിയുണ്ട്. ജനിച്ച ദിവസം മുതൽ ഇന്ന് വരെ എല്ലാം നിങ്ങൾക്ക് നന്ദിയുണ്ട്. ആരോടെല്ലാം നന്ദിയുണ്ട്? ಜಾಸ್ತಿ ಪಾಯಿಂಟ್ ಯಾರು ಅಮ್ಮ ಅಚ್ಚ ಯಾರುಡೆಲ್ಲ ನನ್ನಿಂದ ಎದು ಗ್ರೂಪ್ ಜಾಸ್ತಿ ಪಾಯಿಂಟ್ಸ್ ಕೊಡ್ತೀನ ಇದು ಗ್ರೂಪ್ 1 ಓಕೆ അവിടെ എഴുത് സ്റ്റാർട്ടിംഗിൽ ഗ്രൂപ്പ് നമ്പർ എഴുത് ഗ്രൂപ്പ് 1 പാട്ടിന് കേട്ടില്ലേ? നന്ദി ആരോട് ഞാൻ ചൊല്ലേണ്ടു കേട്ടില്ലേ? അങ്ങനെ ആ പാട്ടിൽ ഒരുപാട് കാര്യങ്ങൾ ണ്ടെങ്കിൽ അത് നമ്മൾ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യാനാണ്. ഒരുപാട് നന്ദി നമുക്ക് ചെയ്യാം. കൂടുതൽ ആരെഴുതും പെട്ടെന്ന് മക്കളെ. ഇപ്പൊ നമ്മളെ ഗുരുനാഥം വരും. ഗുരുനാഥം വന്നു കഴിഞ്ഞാൽ കണ്ടിട്ടുണ്ടായില്ല. ഇന്നത്തെ കുട്ടികൾ ആരും കണ്ടിട്ടുണ്ടായില്ല. 10 കുട്ടികൾ രാവിലെ സ്കൂളിൽ പോകാൻ വേണ്ടി കുറച്ച് പൈസ അതിനെ കൊണ്ട് വലിയ പൈസകളാണ്. മനസ്സിലായ നോട്ട് ബുക്കല്ല. അന്നേരം നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായി. എല്ലാവർക്കും നമുക്ക് കുട്ടികൾക്ക് ആഴ്ച ബുദ്ധിമുട്ടുണ്ടെന്ന് അറിയാം. അതുകൊണ്ട് ശരിക്കും വാങ്ങിത്തരും അല്ലേ? ചോദിക്കുന്നതിന് മുമ്പ് വാങ്ങിത്തരും അല്ലേ? നമ്മുടെ സാഹചര്യമെല്ലാം മാറി. പക്ഷെ അതേപോലെ തന്നെ ഈ ക്ലാസ്സിനെ പോലെ തന്നെ ചെറുപ്പകാലത്ത് ഒരുപാട് കാര്യത്തിലുള്ളതായിരുന്നു നമ്മളെ 11ാമത്തെ രാഷ്ട്രപതി
രാഷ്ട്രപതിയും രാഷ്ട്രപിതാവും തമ്മിൽ വ്യത്യാസം അറിയാലോ. രാഷ്ട്രപിതാവ് ആരാണ്? മഹാത്മാഗാന്ധി അല്ലേ. രാഷ്ട്രപതിയെ നമ്മൾ 5 വർഷം കൂടുമ്പോൾ തെരഞ്ഞെടുക്കും. അതാണ് നമ്മുടെ ഇന്ത്യയുടെ പ്രസിഡന്റ് എന്ന് പറയുന്നത് അല്ലെ. പ്രസിഡന്റ് സ്ഥാനത്തിരിക്കുന്നവരാണ് രാഷ്ട്രപതി എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ അവരെ 5 വർഷം കൂടുമ്പോൾ നമ്മൾ തെരഞ്ഞെടുക്കും. അങ്ങനത്തെ 11ാമത്തെ രാഷ്ട്രപതിയാണ് APJ അബ്ദുൽ കലാം അല്ലെ. കേട്ടിട്ടുണ്ടല്ലേ? ഇന്ത്യൻ സൈന്യം കേട്ടിട്ടുണ്ടല്ലേ? അദ്ദേഹം ഇതേപോലെയായിരുന്നു. 5 മക്കളായിരുന്നു. അദ്ദേഹം ജനിച്ചത് തമിഴ്നാട്ടിലെ രാമേശ്വരം ക്ഷേത്രത്തിന്റെ അടുത്താണ്. അദ്ദേഹം ചെറുപ്പകാലത്ത് ഇതേപോലെ ദാരിദ്ര്യം 5 മക്കളായിരുന്നു. ശ്രദ്ധിക്കുന്നുണ്ടാ? 5 മക്കളിൽ ഇളയവനായ ആളായിരുന്നു APJ അബ്ദുൽ കലാം. അന്നേരം ഇതേപോലെ യേശുദാസ് സാറിനെ പോലെ തന്നെ ഞാൻ എന്താ ഇവര് രണ്ടാളെല്ലാം എടുത്തു പറയുന്നതൊക്കെ ഇവരെല്ലാം എവിടെയാ നിൽക്കുന്നത്? ലോകം അറിയപ്പെടുന്ന ആൾക്കാരല്ലേ അല്ലെ. APJ അബ്ദുൽ കലാം എന്ന് പറഞ്ഞാൽ ഇന്ന് ലോകം അറിയപ്പെടുന്ന ആൾക്കാരാണ്. നമ്മൾ ഇന്ത്യക്ക് വേണ്ടി നമ്മളെ കുട്ടികൾക്ക് വേണ്ടി ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് അദ്ദേഹം വീട് മരിക്കുന്നത്. APJ അബ്ദുൽ കലാം നിങ്ങളെ പോലത്തെ കുട്ടികൾക്ക് കോളേജ് കുട്ടികൾക്ക് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് വീട് മരിക്കുന്ന ആളാണ് ആര്? APJ അബ്ദുൽ കലാം അല്ലെ. അല്ലെ, അങ്ങനെ ഒരാളായിരുന്നു. അത്ര ഉന്നത പദവി കിട്ടിയിട്ട് ഒരുപാട് സേവനം ചെയ്തത്. സേവനത്തിന്റെ ഒരു കാര്യം പറഞ്ഞു മനസ്സിലായ. ഇപ്പൊ ഇവിടെ ചെയ്യുന്നത് സേവനാണ്. എത്രയോ ആൾക്കാർ വന്നില്ല ഭക്ഷണം കഴിക്കുന്നത്. അതുപോലെ എത്രയോ ജോലിക്കാർക്ക് ജോലി കൊടുക്കുന്നുണ്ട്. അതിനെല്ലാം ഇതൊന്നും നമ്മൾ ചെയ്യണ്ട. ഇതിന്റെ ആവശ്യം നിങ്ങൾ പഠിപ്പിക്കണം. അപ്പോ ദേശാന്റെയും പത്രത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് നമ്മളെ APJ അബ്ദുൽ കലാം അദ്ദേഹത്തിന് കുഞ്ഞുകാലത്തെ പത്രം വിറ്റിട്ട് ജീവിച്ചതാണ്. മനസ്സിലായ? പത്രം ഓരോ വീട്ടിൽ കൊണ്ടിട്ടാല് അതിന് 1 ഉറുപ്പ്യ കിട്ടും. ആ 1 ഉറുപ്പ്യ കിട്ടിക്കഴിഞ്ഞാൽ അതിനെ കൊണ്ടാണ് അന്നത്തെ കാര്യങ്ങളെല്ലാം നടത്തത്. വൈകുന്നേരം വന്നാൽ വീട്ടിൽ വന്നാലും അവര് വീട്ടിൽ ജീവിതത്തിന് മാർഗം ആകെ ഒരു ബോട്ടാണ്. മനസ്സിലായ? ആ ബോട്ടിൽ വൈകുന്നേരം വന്നു കഴിഞ്ഞാൽ അച്ഛൻ്റെ കൂടെ അവരെ ഉപ്പേന്റെ കൂടെ കടലിലും പോകണം. ഇങ്ങനെയെല്ലാം അത്രയും ബുദ്ധിമുട്ടിലാണ് അദ്ദേഹം വളർന്നത്. അദ്ദേഹം വളർന്ന് നമ്മളെ ഉന്നത പദവിയിലെത്തി. രാജ്യത്തിന്റെ പരമോന്നത ബഹുമതി അപ്പോ ഈ ഏതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഇത് മാറി മാറി പറയുന്നത്? സമയം. അപ്പൊ സമയം അറിയില്ല. സമയം എന്തിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്? സമയം ഏതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് നമ്മൾ ഭൂമി കറങ്ങുന്നത് കൊണ്ട് സമയം ഏതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്? സൂര്യനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്. അപ്പൊ സൂര്യന് ബഹുമാനത്തിന് വല്ലതൊന്നും ഉണ്ടാവോ? അറിയില്ല. ചോദിച്ചു പോകണല്ലേ? ചോദിച്ചു. അപ്പൊ സൂര്യൻ എന്താ തരുന്നത് നമുക്ക്? മാത്രമാണോ? ചൂട് മാത്രമാണോ? എങ്ങനെയാണ് സൂര്യൻ വിറ്റാമിൻ ഡി ഒന്ന് പിന്നെ അത് മാത്രമാണോ? ചെടികളിൽ നടക്കുന്ന എന്താണ്? ചെടികളിൽ നടക്കുന്ന ഒരു പ്രോസസ്. ചെടികളിൽ ഭക്ഷണം ആഹാര ഉത്പാദനം നേരിട്ട് നടക്കുന്ന ചെടികളിൽ മാത്രമാണ്. അപ്പൊ അതിന് നമുക്ക് ഓക്സിജൻ വഴി മാത്രം പച്ചക്കറികളിലൂടെ, ധാന്യങ്ങളിലൂടെ, പഴങ്ങളിലൂടെ നമ്മളിലേക്ക് ആ ഊർജം വരും അല്ലെ. അപ്പൊ ഞാൻ നോൺ വെജിറ്റേറിയൻ ആണെങ്കിൽ എനിക്ക് എങ്ങനെ കിട്ടും? ചെടി ആ മൃഗങ്ങൾ ചെടി ധാന്യങ്ങളിലൊക്കെ കഴിക്കും. അപ്പൊ നമ്മളിലൊക്കെ നിറഞ്ഞിരിക്കുന്ന ഊർജം ഏതാണ്? എവിടെ നിന്നുള്ളതാണ്? സൂര്യനിൽ നിന്ന്. സൂര്യനും ഊർജം നൽകിയ, സൂര്യനും എനർജി നൽകിയ ഒരു ശക്തി
നമ്മൾ ലോജിക്ക് സൂര്യനും എനർജി കൊടുത്ത ഏതോ ഒരു ശക്തി ഉണ്ടാവും. നമ്മളതിന് ദൈവമെന്നോ അല്ലെങ്കിൽ അള്ളാഹെന്നോ ക്രിസ്തു എന്നും പറഞ്ഞിട്ട്, പക്ഷെ ഒരു എനർജി, സൂര്യനും എനർജി നൽകിയ ഏതോ ഒരു ശക്തി ഉണ്ടാവും. അത് സൂര്യനിലൂടെ വന്നിട്ടാണ് നമ്മൾ നേരിട്ട് കാണുന്ന സൂര്യനാണ്. അതാണ് നമ്മളിൽ ഇപ്പോൾ ഊർജ്ജമായി നിലനിൽക്കുന്നത്, അല്ലേ? എന്റെ കൈയനങ്ങുന്നതും നാവനങ്ങുന്നതും കണ്ണനങ്ങുന്നതും കണ്ണിമരുങ്ങുന്നതും ഒക്കെ ഏത് ഊർജ്ജമാണ്? അപ്പൊ നിങ്ങളിലുള്ളതോ? സൂര്യനിൽ നിന്ന് തന്നെ, സൂര്യനിൽ നിന്ന് ഇലകളിലൂടെ ആഹാരമായി വന്ന് ഓക്സിജനായി വന്ന് നമ്മളിൽ നിറഞ്ഞ ജീവചൈതന്യമാണ് നമ്മളിൽ ആകെയും നിറഞ്ഞിരിക്കുന്നത്, അല്ലേ? അവിടെ മുഹമ്മദ് എന്നോ മാധവനെന്നോ മാത്യു എന്നോ ഒക്കെയുള്ള വ്യത്യാസമുണ്ടോ? എല്ലാവരിലും നിറഞ്ഞിരിക്കുന്ന ഒരേ ജീവചൈതന്യമാണ്, ഒരേ ശക്തി ചൈതന്യമാണെന്ന് അറിയുമ്പോൾ നമ്മൾ വ്യത്യാസമുണ്ടോ? ഈ വ്യത്യാസമില്ല, നമ്മൾ തുല്യരാണെന്ന് പറയാനായിട്ടാണ് നമ്മൾ പരസ്പരം